ഫ്രണ്ട്സ്, ഇത്തിരിസ് മീഡിയ മിക്സിലേക്ക് സ്വാഗതം. ഇത്തിരിസ് മീഡിയ മിക്സിൽ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഫലൂഡ ചിക്കൻ ആണ്. നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫലൂഡ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു ചെറുനാരങ്ങ അത് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇതെല്ലാം അരപ്പൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫലൂഡ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫലൂഡയ്ക്കുള്ള ചിക്കൻ വറുത്തെടുക്കാം. ഇതിനി നന്നായിട്ട് മൂത്തതിന് ശേഷം 2 വശവും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മൂക്കണം. 2 ഭാഗവും തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫലൂഡ തയ്യാറാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങയാണ്. 1 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാപ്പാലിനകത്തേക്ക് 4 സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം മല്ലിയിലയും പുതിന ഇലയും കൂടെ ചതച്ചെടുത്തത്, പച്ചമുളക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇനി ഈ തേങ്ങാപ്പാലിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലായിടത്തും പിടിപ്പിച്ച് നന്നായിട്ട് ഇപ്പത്തെ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. ചിക്കൻ ഫ്രൈ തേങ്ങാപ്പാലിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. പാനിലേക്ക് ഒരൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ജിഞ്ചർ ഗാർലിക് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ 2 സവോള ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കാം. എല്ലാ ഭാഗത്തും എണ്ണ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ, ഗരം മസാലപ്പൊടി 2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൽ നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫലൂഡ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഫലൂഡ ചിക്കനിൽ നല്ല മസാലയൊക്കെ എല്ലാ വശവും പിടിച്ച് നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ നമ്മുടെ വ്യത്യസ്തവും രുചികരവുമായ ഫലൂഡ ചിക്കൻ റെഡി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത്തിരീസ് മീഡിയ മിക്സ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.